പ്രകൃതിയുടെ ചാരുതയിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്കൊരു കോണി കണ്ടെത്താൻ എൻ്റെ ആത്മാവിന് കഴിയുന്നില്ല. മൈക്കിൾ ആഞ്ചലോ. നമസ്കാരം. മൈക്കിൾ ആഞ്ചലോ പറഞ്ഞതുപോലെ ഒരിക്കലും നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടം കാണുമ്പോഴോ, പച്ചപിടിച്ച് കണ്ണെത്താതെ ദൂരത്തോളം കിടക്കുന്ന വയലുകൾ കാണുമ്പോഴോ, തിരയൊടുങ്ങാത്ത കടല് കാണുമ്പോഴോ ഒക്കെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? കൊട്ടക്കണക്കിന് പണമോ സ്വർണമോ കയ്യിൽ കിട്ടുന്നതിലും ശാന്തിയും സമാധാനവും സന്തോഷവും നമ്മൾ അനുഭവിക്കുന്നത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്, അല്ലേ? ജീവിതം തിന്നും കുടിച്ചും പണം സമ്പാദിച്ചും മാത്രം ആഘോഷിക്കാനുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകൃതിയിലേക്ക് കണ്ണോടിക്കുമ്പോഴാണ്. 7 ജന്മം എടുത്താലും കണ്ടുതീരാനാവാത്തത്ര മനോഹരമായ കാഴ്ചകൾ നമുക്ക് ചുറ്റും ഈ പ്രപഞ്ചം ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതിയെ ആസ്വദിക്കാൻ ഹിമാലയത്തിലോ കാശ്മീർ താഴ്വരകളിലോ ഒന്നും പോകണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ചുറ്റും തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. ചീവീടുകളുടെ ശബ്ദത്താൽ മുഖരിതമായ ഇരുളടഞ്ഞ കാവുകൾ, പുതുമഴയിൽ കരകവിഞ്ഞൊഴുകുന്ന ചെറുതോടുകൾ, കടലാഴങ്ങളിൽ നിന്ന് മുതിച്ചു വീഴുന്ന സൂര്യൻ, എന്തിനേറെ പറയുന്നു മഴയത്ത് കുടയിൽ നിന്ന് വീഴുന്ന മഴത്തുള്ളി വരെ ആസ്വാദികരമാണ്. സത്യം, ബാല്യത്തിലേക്കൊന്ന് തിരിഞ്ഞാൽ മനസ്സിലാവും, ഒരിക്കൽ നമ്മൾ അതും ആസ്വദിച്ചിരുന്നു. ശരീരത്തിനെ ബാധിച്ച ചിരാതനകൾ മനസ്സിനെ ബാധിക്കരുത്. മനസ്സെന്നും ഒരു കുട്ടിയായിരുന്നാൽ എല്ലാം ആസ്വാദികരമാണ്. പുല്ലിനെയും പുഴുവിനെയും പൂമ്പാറ്റയും ഒക്കെ ആസ്വദിച്ചിരുന്ന ആ ബാല്യകാലം, ആ ബാല്യം മനസ്സിൽ നിലനിർത്തിയാൽ മൈക്കിൾ ആഞ്ചലോ പറയുന്ന പോലെ ആ കോണി കണ്ടെത്താൻ നമ്മുടെ ആത്മാവിന് ഉറപ്പായും സാധിക്കും. നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.